ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റ് സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യ അബിയുടെ എല്ലാ കള്ളത്തരങ്ങളും തിരിച്ചറിയുകയാണ് കേട്ടോ. താൻ ഇത്രയും നാളും ചതിക്കപ്പെടുമായിരുന്നല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ച് അബിയുടെയും ജലജയുടെയും കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് പൊളിച്ചെടുക്കുകയാണ് നവ്യ. അതുപോലെ തന്നെ അനന്തപുരി തറവാടിനെ തകർക്കാനായിട്ട് കാത്തിരുന്ന അവന്തികയുടെയും അതുപോലെ നാഗേന്ദ്രൻ്റെയും യഥാർത്ഥ മുഖങ്ങൾ തിരിച്ചറിയുകയും അനിയും ആദർശം നയനയും അതുപോലെ മാളവികയും കൂടെ ചേർന്ന് എയും ജ്വല്ലറുടെ യഥാർത്ഥ എംഡിയെ തിരിച്ചറിയുകയും അവരെ തകർത്തെറിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്വന്തം തറവാട്ടിൽ നിന്നുകൊണ്ട് തന്നെ തറവാടിനെ ചതിക്കാൻ നോക്കിയവരെയും അവരെ ചതിക്കാൻ നോക്കിയവർക്കൊക്കെ തക്കതായ ശിക്ഷ കൊടുത്ത് മുത്തശ്ശൻ ആദർശിനെ തിരികെ വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അങ്ങനെ മൂർത്തിസ് ജ്വല്ലറുടെ അധികാരം ഇന്ന് അനിയുടെ കൈകളിലാണെങ്കിലും ആ കസേരയിൽ ഇരിക്കുമ്പോൾ ആദർശേട്ടൻ്റെ അഭാവം അനിയെ വല്ലാതെ നോവിക്കുന്നുണ്ടായിരുന്നു. ബിസിനസ് തിരക്കുകൾക്കിടയിലും തൻ്റെ ജ്യേഷ്ഠൻ്റെ ഓർമ്മകൾ ഒരു നിഴല് പോലെ അവനെ പിന്തുടരുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ കാര്യങ്ങളൊന്നും തന്നെ അത്രയ്ക്ക് സുഗമമായിരുന്നില്ല. അവിടെ ബിസിനസ് രഹസ്യങ്ങളെല്ലാം ചോരുന്നുണ്ടെന്നും ആര്യ ജ്വല്ലറിയെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഒക്കെയുള്ളത് എനിക്ക് ബോധ്യമാവുകയാണ്. തറവാട്ടിലെ എല്ലാവരും അവന്തികയിലുണ്ടായ മാറ്റം വിശ്വസിക്കുന്നുണ്ടെങ്കിലും എനിക്കത് അങ്ങോട്ടേക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അപ്പച്ചയുടെ മോളല്ലേ, അപ്പച്ചയുടെയും അബിയുടെയും അതേ സ്വഭാവം അവന്തികയിലും ഉണ്ടെന്നൊക്കെയുള്ളത് നമ്മുടെ അനി കണ്ടുപിടിക്കുന്നുണ്ട്. അത് പലതവണ അവളുടെ പെരുമാറ്റത്തിലൂടെ തന്നെ അനി കണ്ടുപിടിച്ച കാര്യമാണ്. ദേവയാനിയും അതുപോലെ അവന്തിയെ സംശയിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അവൾ കൂടെ ആരും കാണാനായിട്ട് പുറത്തു പോകുന്നതും അതുപോലെ അവൾ പലതവണ ആരോടെ ഫോണിൽ മറിഞ്ഞെന്ന് സംസാരിക്കുന്നതൊക്കെ ദേവയാനി ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ദേവയാനി അനിയോട് അവന്തികയുടെ കാര്യം ചെറിയ രീതിയിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവളെ ഒന്ന് വാച്ച് ചെയ്തോണം, അവൾ ആരെയൊക്കെയോ കാണാനായിട്ട് പോകുന്നുണ്ട്, അതുപോലെ ആരോടൊക്കെയോ ഫോണിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ കൂടി നമ്മൾ തന്നെ ചതിക്കാനാണോ ഇനി അവൾ ഉദ്ദേശിച്ചേക്കുന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം തന്നെ തറവാടിനകത്ത് ആകെ ഒരു താളം തെറ്റിലാണ്. അതുകൊണ്ട് ഇനി ഒരു ചതി ഉണ്ടാകാതെ നോക്കണം എന്നൊക്കെ തന്നെ അനിയോട് പറയുന്നുണ്ടായിരുന്നു. അവന്തിക ഓഫീസിലേക്ക് വരുമ്പോഴൊക്കെ അനി അവളെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് അനിയുടെ ക്യാബിലേക്ക് കയറി വന്നപ്പോഴേക്കും MD കസേരയിൽ ഇരുന്നുകൊണ്ട് തന്നെ സിസ്റ്റത്തിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവന്തിക. അനിയെ കണ്ടപാടെ അവൾ പെട്ടെന്ന് ഷോക്കായിട്ട് സിസ്റ്റം ഓഫ് ചെയ്തിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒരു പന്തികേട് മണത്ത അനി അവളെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചില്ല. അവളെ അവിടെ ഇട്ട് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നീ എന്തിനാണ് എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ ക്യാബിൽ കയറിയത്? അതുപോലെ MD കസേരയിൽ എന്തിനാണ് നീ ഇരിക്കുന്നത്? നമ്മുടെ കമ്പനിയിലെ പല ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന സിസ്റ്റമാണിത്. ഈ സിസ്റ്റം ഉപയോഗിച്ച് നീ ഇവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അനി ചോദ്യം ചെയ്യുകയാണ് അവളെ. അവന്തിക അവിടെ സ്നേഹം നടിച്ച് അനിയെ സഹായിക്കാനാണെന്നുള്ള രീതിയിൽ മറുപടി പറയുകയാണ് കേട്ടോ. നമ്മുടെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കാനും കൂടി വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്നാലും അനി ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. അനി പറയുന്നുണ്ട്, ഇത് MD കസേരയാണ്, ഇവിടെ അധികാരമില്ലാത്തവരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ എല്ലാ രഹസ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയ ഡേറ്റാസും ഒക്കെയുള്ള സിസ്റ്റമാണത്. ഈ സിസ്റ്റം MD കസേരയിൽ ഇരിക്കുന്നതിന് മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. കമ്പനിയെ സഹായിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇതല്ലാതെ എത്രയോ വഴികളുണ്ട്. പിന്നെ നീ എന്തിനാണ് MD കസേരയിൽ ഇരുന്നത്? ഇനി ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവന്തിക ഒന്ന് ശകാരിക്കുകയാണ് കേട്ടോ അനി. അവന്തികയാണെങ്കിലും ദേഷ്യപ്പെട്ട് ക്യാബിനിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. അവന്തികയുടെ ഈ നീക്കത്തിൽ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിയാണ് അനി. അതുപോലെ തന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാനുമാണ് ശ്രമിച്ചതെന്നൊക്കെ അവന്തിക വാദിക്കുന്നുണ്ടെങ്കിലും അവന്തികയുടെ വാക്കിലും പ്രവൃത്തിയിലും എന്തോ ഒരു ചതി ഒളിഞ്ഞിരിക്കുന്നതായിട്ട് എനിക്ക് സംശയമാവുന്നുണ്ട്. അവന്തികയുടെ ഈ ഒരു നീക്കത്തിൽ സംശയം തോന്നുന്ന അനി അവളെ താക്കീത് ചെയ്യുകയും കമ്പനി കാര്യങ്ങളിലേക്ക് മാക്സിമം അവന്തികയെ അടുപ്പിക്കാതിരിക്കാനായിട്ട് നോക്കുകയാണ് അനി. തൻ്റെ നീക്കങ്ങളിൽ എന്തോ ഒരു സംശയം അയാൾക്കുണ്ടെന്ന് മനസ്സിലാക്കുന്ന അവന്തികയാണെങ്കിലും നേരെ പരിഭ്രമത്തോടെ ചെല്ലുന്നത് അച്ഛനായ നാഗേന്ദ്രൻ്റെ അടുക്കലേക്കാണ്. അവിടെ വെച്ച് തന്നെ അവന്തിക നാഗേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ അനിയുണ്ടല്ലോ ആദർശിനേക്കാൾ അപകടകാരിയാണ്. തൻ്റെ ഓരോ നീക്കങ്ങളും അവൻ നിരീക്ഷിക്കുന്നുണ്ട്. ബിസിനസ് രഹസ്യങ്ങളൊക്കെ ചോർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പലപ്പോഴായി അനി അവന്തികയെ തടയുന്നത് കാരണം നാഗേന്ദ്രനും അതുപോലെ അവന്തികയ്ക്കൊക്കെ അനിയുടെ വല്ലാത്ത ദേഷ്യം തോന്നുകയാണ്. ഇനി അനന്തപുരി തറവാടിനും അതുപോലെ മൂർത്തിസ് ജ്വല്ലറിക്കും അധികം ആയുസൊന്നുമില്ല. തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുകയാണ് മൂർത്തിസ് ജ്വല്ലറി. എന്നിട്ടും ഇവർ എന്ത് കണ്ടിട്ടാണ് ഇത്രയും അഹങ്കരിക്കുന്നത്? ജ്വല്ലറി തിരിച്ചു പിടിക്കാനാവുന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. എന്നാൽ അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ലെന്നുള്ളത് നമുക്കറിയാമല്ലോ അച്ഛാ എന്നിങ്ങനെ അവന്തിക നാഗേന്ദ്രനോട് പറയുകയാണ്. അനന്തപുരിയിലെ കാരണവരായ മൂർത്തി MD സ്ഥാനത്ത് നിന്നും പ്രഗത്ഭനായ തൻ്റെ കൊച്ചുമോനെ മാറ്റിയപ്പോൾ അവിടേക്ക് പുറത്തുനിന്ന് ഒരാളെ നിയമിക്കുന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ അയാളുടെ രണ്ടാമത്തെ കൊച്ചുമകനായ അനിയെ അവിടെ പ്രതിഷ്ഠിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് നമുക്കുണ്ടാക്കിയ തിരിച്ചടി വലുതാണ്. പുറത്തുനിന്ന് ഒരാളായിരുന്നുവെങ്കിൽ നമുക്ക് ഇത്രയും ലാഗടിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ സ്മൂത്തായിട്ട് നടന്നേനെ. എന്നാൽ അനി അധികാരത്തിലേക്ക് വന്നതുകൊണ്ട് ഇനി നമ്മൾ സൂക്ഷിക്കണം. നിന്റെ പ്രവൃത്തികളിലൊക്കെ അവനിപ്പോൾ ചെറിയ സംശയമുണ്ടല്ലോ. ഇനിയിപ്പോൾ ആ സംശയങ്ങൾക്ക് പിന്നാലെ അവനും അന്വേഷണമായിട്ട് പുറകെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നമുക്കത് വലിയൊരു തിരിച്ചടി തന്നെ ആയിരിക്കുമെന്ന് നാഗേന്ദ്രനും വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അനി ഇനി കമ്പനി കാര്യങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവരെ മാനസികമായും ശാരീരികമായും തളർത്തേണ്ടതായിട്ടുണ്ട്.
കമ്പനിയെ മുന്നോട്ട് നയിക്കാൻ കൊച്ചുമക്കൾക്ക് പ്രാപ്തിയില്ലെന്ന് കാണുമ്പോഴേക്കും മൂർത്തി അവനെയും എം ഡി സ്ഥാനത്തുനിന്ന് വലിച്ചെറിയണം. എങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ മൂർത്തിസ് ജ്വല്ലറിയുടെയും അതുപോലെ അനന്തപുരിയുടെയും പൂർണ്ണ പതനം കാണാനാകുള്ളൂ എന്നൊക്കെ തന്നെ നാഗേന്ദ്രൻ അവന്തിയോട് പറയുന്നുണ്ട്. എന്തായാലും നന്ദുവുമായിട്ട് ഒന്ന് ഉടക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ ബിസിനസ് കാര്യങ്ങളിലേക്ക് അനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. പിന്നീട് ഒരു ദിവസം ഓഫീസിലെ സിസ്റ്റം പരിശോധിക്കുന്നതിനിടയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അനിക്ക് ലഭിച്ചത്. ഓഫീസിലെ അതീവ രഹസ്യമായ കാര്യങ്ങളും ബിസിനസ് ഡീലുകളുടെ രഹസ്യങ്ങളും ആരോ ചോർത്തുന്നുണ്ടെന്നുള്ള കാര്യം അനി ഉറപ്പിക്കുകയാണ്. ഈ വിവരങ്ങൾ അനി ഉടനെ തന്നെ ആദർശിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദർശിനെ കാണാനായിട്ട് തന്നെ ചെല്ലുകയാണ് അനി. നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് നമ്മൾ തകർക്കാനായിട്ട് നോക്കുന്നത്. അതുകൊണ്ട് ഇനി നമ്മൾ നല്ല രീതിക്ക് തന്നെ സൂക്ഷിക്കണമെന്ന് ആദർശ് അനിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അനി ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവന്തിക കൂടെ കൂടെ ഓഫീസിലേക്ക് വരുന്ന കാര്യവും അതുപോലെ ഒരു ദിവസം ഞാൻ പെട്ടെന്ന് ക്യാബിലേക്ക് കയറി വന്നപ്പോഴേക്കും അവൾ സിസ്റ്റത്തിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അവന്തികയാണ് താൻ സംശയിക്കുന്നതെന്ന് അനി പറയുമ്പോഴേക്കും അത് നയനയ്ക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാനായില്ല. പഠനം കഴിഞ്ഞ് തിരികെ എത്തിയ അവന്തിക ഇപ്പം എല്ലാവരോടും നല്ല സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് അവളിൽ അങ്ങനെ ഒരു ചതിയുണ്ടെന്ന് വിശ്വസിക്കാനാവുന്നില്ലെന്ന് തന്നെ നയന പറയുകയാണ്. ആദർശ് പറയുന്നുണ്ട് നമ്മൾ നനയ്ക്കാത്തവരായിരിക്കും ചിലപ്പോൾ നമ്മുടെ തകർച്ചയ്ക്ക് പിന്നിൽ. അതുകൊണ്ട് നീ ഒന്നിനെയും നിസ്സാരമാക്കി കളയരുത്. എം ഡിയുടെ ക്യാബിൽ അനുവാദമില്ലാന്ന് കയറുന്നത് തന്നെ തെറ്റാണ്. അത് മാത്രമല്ലല്ലോ അവൾ ചെയ്തത്. എം ഡി യൂസ് ചെയ്യുന്ന സിസ്റ്റം അവൾ എന്തിനാണ് യൂസ് ചെയ്തത്? ആ സിസ്റ്റത്തിൽ പല രഹസ്യങ്ങളും ഉള്ളതാണ്. നമ്മുടെ ജ്വല്ലറിയുടെയും കമ്പനികളുടെയും എല്ലാം രഹസ്യങ്ങൾ ആ സിസ്റ്റത്തിനകത്തുണ്ട്. അങ്ങനെയുള്ളപ്പം അവൾ ആ സിസ്റ്റം ഉപയോഗിച്ചത് തെറ്റ് തന്നെയാണ്. അത് നീ മുത്തശ്ശനെ അറിയിക്കുക തന്നെ ചെയ്യണം. അവന്തിക ഓഫീസ് കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നീ മുത്തശ്ശനെ തീർച്ചയായിട്ടും അറിയിക്കണം എന്നൊക്കെ തന്നെ ആദർശ് നയനയും പറഞ്ഞു കൊടുക്കുകയാണ് അനിക്ക്. ആദർശ് പറഞ്ഞതുപോലെ തന്നെ അനി വീട്ടിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ഈ കാര്യങ്ങളെല്ലാം മുത്തശ്ശനോട് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. ആദർശേട്ടൻ ഇരുന്ന കസേരയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് അവിടെ ഒരു വിലയുമില്ല. എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ക്യാബിൽ കയറി രേഖകൾ നോക്കാൻ അവന്തിക്ക് ആരാണ് അധികാരം കൊടുത്തത്? മുത്തശ്ശ, ഇവളെ വിശ്വസിക്കരുത്. ഇവള് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ചതിക്കുകയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അന്ന് തന്നെ ഞാൻ അവളെ ചോദ്യം ചെയ്തപ്പോൾ അവൾ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. അവളെ കൊണ്ട് കഴിയുന്ന പോലെ അവൾ മൂർത്തിസ് ജ്വല്ലറിയെ സഹായിക്കാനാണ് നോക്കിയതെന്ന്. എങ്കിൽ പോലും സഹായിക്കാൻ വേറെ എത്രയോ മാർഗങ്ങളുണ്ട്. അതൊന്നും അല്ലല്ലോ അവൾ ചെയ്തത്. നേരെ എം ഡിയുടെ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അനി മുത്തശ്ശനോട് പറയുക കേട്ടോ. എങ്കിലും അനി തന്നെ കുറിച്ച് ഇങ്ങനെ മുത്തശ്ശനോട് പറഞ്ഞു കൊടുക്കുന്ന അവന്തിക ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവന്തികയും ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ലായിരുന്നു. ഉടനെ തന്നെ എല്ലാവരെയും വിശ്വസിപ്പിക്കാനായിട്ട് കരഞ്ഞു മൊഴിക്കൊണ്ട് തന്നെ അവന്തിക പറയുന്നുണ്ട്, കമ്പനിയുടെ ഇപ്പോഴത്തെ പോക്കും ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ കണ്ടിട്ട് ഞാൻ സഹായിക്കണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ആദർശേട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അനി വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ അവനെ ഒന്ന് സഹായിക്കാൻ നോക്കിയെന്നേ ഉള്ളൂ. അന്ന് തന്നെ അനിയേട്ടനോട് ഞാനത് പറഞ്ഞതുമാണ്. എന്നിട്ടും ഞാൻ പറഞ്ഞത് വിശ്വസിക്കാതെ എൻ്റെ പിന്നാലെ നടക്കുകയാണ്. എന്തായാലും ഇതുപോലെ എല്ലാവരുടെ മുമ്പിൽ എന്നെ ഇങ്ങനെ നാണം കെടുത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്കിത് വല്ലാത്ത ഹേർട്ടിങ് ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവന്തിക പിന്നെയും കിടന്ന് കരയുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ നല്ലൊരു അഭിനയം തന്നെ കാഴ്ചവെക്കുകയാണ് അവന്തിക. എന്നാൽ ദേവയാനിക്കും അനിക്കുമൊക്കെ അവൾ അഭിനയിക്കുകയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. തൽക്കാലം മുത്തശ്ശൻ ഇടപെട്ടുകൊണ്ട് ആ സീൻ അവിടെ ഒതുക്കി തീർക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രശ്നങ്ങൾ അവിടെ കൊണ്ടും അവസാനിച്ചില്ല. ഇവിടെ ഈ ഉറച്ച സംശയം കണ്ടപ്പോൾ ആദർശം നയനയും തീർത്തു പറയുന്നുണ്ട്, അനി വെറുതെ ഒരാളെ കുറ്റം പറയില്ല. അവന്തികയുടെ മനസ്സിലും എന്തോ കാര്യമായിട്ടുണ്ട്. അവൾ എന്തോ ഒരു ചതി പിന്നിൽ ഒളിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവളെ ഒന്ന് നന്നായിട്ട് സൂക്ഷിക്കണം. അവൾ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ ചതിക്കാനാണ് നോക്കുന്നതെന്ന് എനിക്കിപ്പോൾ നല്ല സംശയമുണ്ടെന്ന് ആദർശൻ നയനോട് പറയുന്നുണ്ട്. അതേസമയത്ത് എൻ ജ്വല്ലറി മാളവിക കളക്ഷൻസ് എന്ന പുതിയ ബ്രാൻഡോട് കൂടി മാർക്കറ്റ് പിടിച്ചെടുക്കാനുള്ള പരിശ്രമത്തിലാണ്. നയന വരച്ചു കൊടുക്കുന്ന ആകർഷകമായ ഡിസൈനുകൾ കണ്ട് എൻ ജ്വല്ലറിയിലുള്ളവരെല്ലാം തന്നെ മതിമറന്ന് നിൽക്കുമ്പോൾ മാളവികയുടേതാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മാളവികയെ എല്ലാ തരത്തിലും അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മാളവിക ഇല്ലാതെ എൻ ജ്വല്ലറി ഇല്ല എന്നൊരു രീതിക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ ഒരു ഞെട്ടിക്കുന്ന സത്യം ഡേവിഡ് മാളവികയോട് പറയുകയാണ്, ഞാൻ ഈ കമ്പനിയുടെ യഥാർത്ഥ എം ഡി ഒന്നുമല്ല, ഞാനൊരു ബിനാമി മാത്രമാണ്. ഇതിന്റെ പിന്നിൽ അദൃശ്യനായ ചില വമ്പൻ സ്രാവുകളുണ്ടെന്നും ഡേവിഡ് തുറന്നു പറയുകയാണ്. എൻ ജ്വല്ലറിയുടെ ശരിക്കുമുള്ള എം ഡി പുറം ലോകത്തെ മുഖം കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹം മറന്നു നിന്നുകൊണ്ടാണ് ഈ കളികളെല്ലാം കളിക്കുന്നത്. ഞാൻ വെറും ഒരു മാനേജർ മാത്രമാണ്. ശരിക്കുമുള്ള എം ഡി അദ്ദേഹം തന്നെയാണ്. പക്ഷെ അതാർക്കും അറിയില്ല. എല്ലാവരുടെയും നോട്ടത്തിൽ എൻ ജ്വല്ലറിയുടെ എം ഡി ഞാനാണ്. ഇപ്പം മാളവികയുമായിട്ട് ഇത്രയും അടുത്ത സ്ഥിതിക്ക് ഈ സത്യം മാളവികയോട് പറയണം തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്നും ഡേവിഡ് പറയുന്നുണ്ട്. അധികം വൈകാതെ തന്നെ അദ്ദേഹമായിട്ടൊരു കൂടിക്കാഴ്ച നടത്താനാകുമെന്നും ഡേവിഡ് മാളവികയോട് പറയുകയാണ്. അത് കൂടാതെ തന്നെ ഡേവിഡ് പറയുന്നുണ്ട്, മുംബൈയിലെ ആ ഒരു ഡീല് നമുക്ക് കിട്ടിയതോടുകൂടി നമ്മുടെ ഷെയറൊക്കെ കുത്തനെ കൂടുകയും നമ്മുടെ ബിസിനസ് ഇരട്ടിക്കുകയും ചെയ്തു. ഇനി അങ്ങോട്ടേക്കും അതുപോലെ തന്നെ ആയിരിക്കണം. ചെറിയൊരു തകർച്ചയുടെ വക്കിലാണ് മൂർത്തിസ് ജ്വല്ലറി എങ്കിലും നയനാസ് കളക്ഷൻസിന് ഇപ്പോഴും അതേ പ്രൗഢിയും പ്രശസ്തിയുമുണ്ട്.
ഈ വിഷയിൽ ആ ഒരു ക്രെഡിറ്റും കൂടി നമുക്ക് തന്നെ കിട്ടിയിരിക്കണം. മാളവിക നയനസ് കളക്ഷൻസിനെക്കാളും ഒരു പടി മുന്നിൽ മാളവിക കളക്ഷൻസ് എത്തിയിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇനി നമ്മൾ നടത്തേണ്ടത്. അതിന് പറ്റിയ ഒരു അവസരം കൂടിയാണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത്. നയന ഇപ്പം പ്രഗ്നൻ്റ് ആണല്ലോ. അതുകൊണ്ട് കാര്യമായ രീതിക്ക് നയനയുടെ സേവനം ഇപ്പം മൂർത്തി ജ്വല്ലറിക്ക് കിട്ടുന്നില്ല. ആ സ്ഥാനത്തൊക്കെ മാളവിക കളക്ഷൻസ് കയറി ഇടം പിടിക്കണം. എങ്കിൽ നമ്മുടെ ബിസിനസ് ഇനിയും ഇരട്ടിക്കും. അതോടുകൂടി മൂർത്തി ജ്വല്ലറിയുടെ പതനം ആരംഭിക്കും. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നൊക്കെ തന്നെ ഡേവിഡ് മാളവികയോട് പറയുകയാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ മനസ്സിലെ ഉദ്ദേശം എന്നിങ്ങനെ ആദർശനെ നയനെ അറിയിക്കുകയാണ് മാളവിക. അങ്ങനെ ഇതാണ് അവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാകുമ്പോഴേക്കും ആദർശ നയനയും പറയുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊക്കെ ശരിയായിരുന്നു എന്ന്. എൻ ജ്വല്ലറിയുടെ മറവിൽ ഒളിച്ചിരിക്കുന്ന ആ യഥാർത്ഥ ശത്രു ആരാണെന്നുള്ളത് എത്രയും വേഗം തന്നെ കണ്ടുപിടിക്കണം. എൻ ജ്വല്ലറിയുടെ മറവിൽ ഒളിച്ചിരിക്കുന്ന യഥാർത്ഥ ശത്രുവിനെ കണ്ടുപിടിക്കാനുള്ള നയനയുടെയും ആദർശൻ്റെയും പദ്ധതി ഫലം കാണാൻ തുടങ്ങിയിരിക്കുകയാണ്. നിലവിൽ MD സ്ഥാനത്തിരിക്കുന്ന ഡേവിഡ് വെറും ഒരു കളിപ്പാവ മാത്രമാണെന്നും യഥാർത്ഥ MD വേറെ ആരോ ആണെന്നുള്ള തിരിച്ചറിവിൽ നിന്നുമാണ് ആദർശ് തൻ്റെ അടുത്ത നീക്കം നടത്തുന്നത്. അങ്ങനെ വീണ്ടും ആദർശ് വേഷം മാറി എൻ ജ്വല്ലറിലേക്ക് എത്തുകയാണ്. ഈ വമ്പൻ ഡീൽ ഉറപ്പിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ തങ്ങൾക്കൊരു ആവശ്യമുണ്ടെന്നുള്ള കാര്യം ആദർശ് അവിടെ പറയുകയും ചെയ്യുന്നുണ്ട്. ആദർശിൻ്റെ ഈ ആത്മവിശ്വാസത്തിന് മുമ്പിൽ താനല്ല യഥാർത്ഥ MD എന്നുള്ള കാര്യങ്ങളൊക്കെ ഡേവിഡിന് തുറന്നു പറയേണ്ടിയും വരികയാണ്. യഥാർത്ഥ MDയെ നേരിൽ കണ്ടാൽ മാത്രമേ ഈ ബിസിനസ് ഡീലിൽ ഒപ്പുവയ്ക്കാൻ സാധിക്കുള്ളൂ എന്ന് ആദർശ് പറയുകയാണ് കേട്ടോ. താമസിയാതെ തന്നെ എൻ ജ്വല്ലറിയുടെ യഥാർത്ഥ MDയുമായുള്ള ഒരു കൂടിക്കാഴ്ച പെട്ടെന്ന് തന്നെ നടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കിയാണ് ഡേവിഡ്. കാരണം വമ്പൻ ഒരു ഡീലാണല്ലോ കിട്ടിയിരിക്കുന്നത്. ആ ഒരു ഡീല് കൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യയിൽ നമുക്ക് കളം പിടിക്കാനാവുമെന്നൊക്കെയാണ് ഇവർ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്തായാലും ആദർശിൻ്റെ ആ ഒരു പദ്ധതി അവിടെ ഫലം കാണുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് അനന്തപുരയിലെ അഭിയും ജലജയും നവിയും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. എൻ ജ്വല്ലറിലെ തരക്കേടില്ലാത്ത ഒരു ജോലി നവ്യ മുഖേന തന്നെ അബിക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും ഇതുപോലെ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ ആരുടെ അടിമയായിട്ട് നീ ഇനി നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ തന്നെ നവ്യ പറയുന്നുണ്ട്. പുതുതായി തുടങ്ങാൻ പോകുന്ന ഒരു ബ്രാഞ്ചിൻ്റെ മുഴുവൻ ചുമതലയും അബിയാണ് ഏൽപ്പിക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത് അധികം വൈകാതെ തന്നെ അവരെല്ലാവരും അറിയുകയാണ്. എന്നിട്ടും അബി എന്തിനാണ് ഇങ്ങനെ ഇവിടെയുള്ളവരെ പേടിച്ചിങ്ങനെ മടിച്ചു നിൽക്കുന്നതെന്നൊക്കെ നവ്യ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അബിയുടെ മനസ്സിലും നല്ല പേടി തന്നെയാണ്. എല്ലാവരെയും ധിക്കരിച്ച് എൻ ജ്വല്ലറിയുടെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ തൻ്റെ രഹസ്യം പാട്ടാവും എന്നുള്ളത് അബിക്ക് അറിയാം. ദേവയാനി അതെല്ലാവരോടും വിളിച്ച് പറയുന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ടാണ് അബി ഒന്ന് ഭയന്ന് നിൽക്കുന്നതും. ചന്തുമോളുടെ അച്ഛൻ ഞാനാണെന്നുള്ള സത്യം നവ്യ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അതോടുകൂടി തകരുമെന്നുള്ളത് അബിക്കറിയാം. അതുകൊണ്ടാണ് അനന്തപുരയുടെ പടിയിറങ്ങാൻ അബി മടിച്ച് നിൽക്കുന്നതും. അതുകൊണ്ട് തന്നെ അബി അവിടെ പുതിയ അടവുകൾ ഓരോന്നായിട്ട് ഇറക്കാൻ തുടങ്ങിയാണ്. എൻ ജ്വല്ലറിയുടെ പുതിയ ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽക്കാനോ ഇവിടെ നിന്ന് ഇറങ്ങാനോ ഒന്നും എനിക്ക് പേടിയില്ല. എന്നാലും ഈ കോടികളുടെ ആസ്തിയിൽ എനിക്കും അമ്മയ്ക്കും വലിയൊരു പങ്കുണ്ട്. ഇപ്പോൾ ഇവരെ ധിക്കരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ ആ അവകാശങ്ങളൊന്നും തന്നെ നമുക്ക് കിട്ടാതെ പോകും. അല്പം കൂടി ക്ഷമിച്ചാൽ ആ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കി നമുക്ക് അഭിമാനത്തോടെ തന്നെ ഇവിടെ നിന്ന് പോകാൻ പറ്റും. എന്നാൽ നവ്യ അത് ഒട്ടും തന്നെ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. പലപ്പോഴായി പലരുടെയും സംസാരത്തിൽ നിന്ന് അബി എന്തോ തെറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് തന്നെ നവ്യയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അതുകൊണ്ട് അബിയുടെ ഈ പുതിയ അടവിൽ എന്തോ ഒരു ചതി ഉണ്ടെന്നുള്ളത് നവ്യ മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. ബിസിനസ്സിൽ ഒരു തകർച്ച ഉണ്ടായതുകൊണ്ട് തന്നെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറി താമസിക്കുന്ന ആദർശിനെയും നയനയും കാണാനായിട്ട് കനക എത്തുകയാണ് കേട്ടോ. അങ്ങനെ നയനയുടെ വിഷമമൊക്കെ കാണുമ്പോഴേക്കും കനയ്ക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അതോടൊപ്പം തറവാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നവ്യ അബിയും എൻ ജ്വല്ലറിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെയുള്ളത് കനകയോട് പറയുകയും ചെയ്യുന്നുണ്ട് നയന. അത് കേൾക്കുമ്പോൾ കനയ്ക്കാണെങ്കിലും നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. സത്യങ്ങൾ അറിയാത്തതുകൊണ്ടാണല്ലോ അബിയെ വിശ്വസിച്ച് അവൾ എൻ ജ്വല്ലറിയുടെ കൂടി നിൽക്കുന്നത്. അബിയെ എല്ലായ്പ്പോഴും തരം താഴ്ത്തുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടല്ലേ അവൾ നിങ്ങളുമായിട്ട് എതിർത്ത് എൻ ജ്വല്ലറിയുടെ കൂടെ നിൽക്കുന്നത്. അധികം വൈകാതെ തന്നെ അബിയും എൻ ജ്വല്ലറിയിലേക്ക് പോകുന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നയന പറയുകയാണ് കേട്ടോ. നവ്യജി അവിടെ അബിക്ക് ഒരു ജോലി റെഡിയാക്കിയിട്ടുണ്ടെന്നും മിക്കവാറും പുതിയ ബ്രാഞ്ചിൻ്റെ ചുമതല അബിയെ ഏൽപ്പിക്കാനാണ് ചാൻസ് എന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് കനകയോട്. ഇനി അബിയെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. അവൻ്റെ എല്ലാ കള്ളത്തരങ്ങളും നവ്യയോട് തുറന്നു പറയുക തന്നെ ചെയ്യണം. അബിയുടെ എല്ലാ ചതിയും നവ്യെ അറിയിക്കേണ്ട സമയമായി. ഇനിയും ഇങ്ങനെ ആ ചതിയെ വിശ്വസിച്ച് അവൾ കാലം തള്ളി നീക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അബിയുടെ എല്ലാ പൊയ്മുഖങ്ങളും നവ്യയുടെ മുമ്പിൽ തുറന്നടിക്കണം എന്നുള്ളൊരു തീരുമാനത്തോടെയാണ് കനക അവിടെ നിന്ന് ഇറങ്ങുന്നതും. അങ്ങനെ നവ്യനെ വിളിച്ചു വരുത്തി നവ്യയോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ കനക പറയുകയാണ്. ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്നും അവൻ നിന്നെ ഇത്ര നാളും ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നവ്യയുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് കനക. ആദ്യമൊന്നും നവ്യ അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും പിന്നീട് എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതം നവ്യയ്ക്ക് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് കനക. അവസാനം വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും കഴിയാത്തൊരവസ്ഥയിലാണ് നവ്യ തിരിച്ച് അനന്തപുരിയിലേക്ക് എത്തുന്നത്. തിരികെ വരുമ്പോഴും നവ്യ അനന്തപുരിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഓർത്തോണ്ടാണ് വരുന്നത്. പലപ്പോഴും പലരും പല സത്യങ്ങളും തന്നോട് മറച്ചു വയ്ക്കുന്നതായിട്ട് നവ്യയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ. അബിയും ജലജയൊക്കെ അമ്മായി പറയുന്നതൊക്കെ അപ്പാടെ അനുസരിച്ച് നിൽക്കുന്നതും എന്തിനായിരിക്കും എന്നൊക്കെ നവ്യ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഇതിന് പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്.
ആ രഹസ്യം ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്നുള്ളതാണെന്ന് നവ്യ മനസ്സിലാക്കിയാണ് കേട്ടോ. ഇനി അവൻ എന്നെ ചതിക്കുകയായിരുന്നു ഇത്രയും നാളും, എങ്കിലും അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് നവ്യ തിരിച്ച് അനന്തപുരിയിലേക്ക് എത്തുന്നതും. കനക പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഷോക്കായി നിൽക്കുന്ന നവ്യയുടെ അടുത്ത് വീണ്ടും ഓരോന്ന് പറഞ്ഞ് സോപ്പിട്ട് വരികയാണ് അബി. എന്നാൽ ആ സമയത്ത് നവ്യയുടെ തനി സ്വരൂപം കാണുകയാണ് അബി. അവളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മുമ്പിൽ പിടിച്ചു നിൽക്കാനാകാതെ പതറുകയാണ് അബി. അപ്പോൾ തന്നെ നവ്യയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. താൻ ഇത്രയും നാളും ചതിക്കപ്പെടുകയായിരുന്നു എന്നുള്ളത് നവ്യ തിരിച്ചറിയുകയാണ്. DNA ടെസ്റ്റിലൂടെ തന്നെ താൻ ഇക്കാര്യം കൺഫേം ആക്കും എന്നുള്ളതൊക്കെ നവ്യ പറയുക കേട്ടോ. അതും കൂടെ കേട്ടപാട് അബി ആകെ വിറച്ചു നിൽക്കുകയാണ്. എന്തായാലും നവ്യ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി ഇവളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവില്ല. സത്യങ്ങളൊക്കെ നവ്യ തിരിച്ചറിഞ്ഞതോടുകൂടി തന്നെ അബിയും ജലജയും ആകെ പെട്ടുപോയ അവസ്ഥയിൽ നിൽക്കുകയാണ്. അതേസമയത്ത് ഗസ്റ്റ് ഹൗസിൽ നയനയുമായി ചേർന്ന് മാളവ്യ കുറേ കൂടി ഡിസൈൻസ് ഒക്കെ വരച്ച് ആ ഡിസൈൻസ് എല്ലാം തന്നെ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നവരെ കാണിക്കാനായിട്ട് പോവുകയാണ്. വരാൻ പോകുന്ന വിഷുവോടുകൂടി തന്നെ മൂർത്തിസ് ജ്വല്ലറി തകർന്നടിയണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് AM ജ്വല്ലറിയിൽ തകൃതിയായിട്ട് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുറേ അധികം ഡിസൈൻസ് മാളവിയെ കൊണ്ട് അവർ വരപ്പിക്കുന്നതും. അങ്ങനെ യഥാർത്ഥ MDയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ പോകുന്ന മാളവികയോട് ആദർശ് പറയുന്നുണ്ട്, ഡേവിഡിന് പിന്നിൽ മറഞ്ഞിരിക്കുന്നവർ വെറും നിസ്സാരക്കാരല്ല. നമ്മുടെ ഓരോ നീക്കങ്ങളും അവർ അതീവ ജാഗ്രതയോടെ തന്നെ നിരീക്ഷിക്കും. അവർക്കൊരു സംശയത്തിന് പോലും ഇടവരാത്ത രീതിയിൽ വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ടെല്ലാം വളരെ ജാഗ്രതയോടെ വേണം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞാണ് ആദർശ് മാളവിയെ അങ്ങോട്ടേക്ക് വിടുന്നതും. എന്തായാലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് മാളവിയെ അങ്ങോട്ടേക്ക് ചെല്ലുന്നതും. ഇങ്ങനൊരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത്രയധികം കഷ്ടപ്പെട്ടതും ഇത്രയും നാൾ ഇവിടെ പിടിച്ചു നിന്നതും. ഡേവിഡിന്റെ പിന്നിൽ മറിഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന ആ ആള് അതാരാണെന്നുള്ളത് അറിയണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ആൾ ആരാണെന്ന് തിരിച്ചറിയുകയും അതോടൊപ്പം അവിടെ നിന്ന് എന്തെങ്കിലും വിഷ്വൽസ് കളക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതും താൻ അതീവ രഹസ്യമായി പകർത്തിക്കോളാം എന്നൊക്കെ തന്നെ ആദർശിന് വാക്ക് കൊടുത്തിട്ടാണ് അതും താൻ രഹസ്യമായി പകർത്തിക്കോളാം എന്നൊക്കെ ആദർശിന് വാക്ക് കൊടുത്തിട്ടാണ് മാളവിക പോകുന്നത്. തുടർന്ന് ഡേവിഡിനൊപ്പം ഹോട്ടൽ മുറിയിലേക്ക് മാളവിക എത്തുന്നുണ്ട്. അവിടെ വെച്ച് മാളവിക കണ്ട കാഴ്ച തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ഡോറ് തുറന്ന് ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് അവന്തികയാണ്. അവന്തികയെ കണ്ടപാട് തന്നെ മാളവിക ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്തായാലും ആദർശ് സാറും നയനമാടും ഒക്കെ വിചാരിച്ച പോലെ തന്നെ തറവാടിനകത്തുള്ളവർ തന്നെയാണ് മൂർത്തിസ് ജ്വല്ലറിയെ തകർക്കാൻ നോക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മാളവികയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. തുടർന്ന് അവന്തികയോടൊപ്പം നാഗേന്ദ്രനെ കാണുകയും അവിടെ വെച്ച് നാഗേന്ദ്രൻ ആരാണെന്നുള്ള സത്യങ്ങളെല്ലാം മാളവികയോട് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. AM ജ്വല്ലറിയുടെ യഥാർത്ഥ MD ഞാനാണെന്നും അതുപോലെ പ്രത്യേക ഒരു സാഹചര്യം കൊണ്ടാണ് താൻ മറവിൽ കഴിയുന്നതെന്നും അതുപോലെ AM ജ്വല്ലറിയുടെ യഥാർത്ഥ MD ഞാനാണെന്നുള്ള കാര്യം ഇപ്പോൾ തൽക്കാലം ആരോടും എനിക്ക് വെളിപ്പെടുത്താനാവില്ലെന്നും അതൊരു രഹസ്യമായി തന്നെ തുടരണമെന്നൊക്കെ തന്നെ മാളവിയോട് അയാൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അയാളുടെ ലക്ഷ്യവും പറയുന്നുണ്ട്. മൂർത്തിസ് ജ്വല്ലറിയും അനന്തപുരി തറവാടും തകർന്നടിയണം. അതിനു വേണ്ടിയിട്ടാണ് താൻ ഇങ്ങനൊരു നീക്കവുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്നുള്ള കാര്യങ്ങളും എല്ലാം തന്നെ അയാൾ മാളവികയോട് തുറന്ന് പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ മാളവിക കൊണ്ടുവന്ന ഡിസൈൻസ് എല്ലാം തന്നെ അവന്തിക നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഡിസൈൻസ് ഒക്കെ നേരിട്ട് കാണുമ്പോൾ അവന്തികയ്ക്കും നാഗേന്ദ്രനും ഒക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. വരാനിരിക്കുന്ന വിഷു വിപണി കീഴടക്കാൻ ഈ ഡിസൈൻസുകൾ ധാരാളമാണെന്ന് അവർ പറയുക കേട്ടോ. അതുപോലെ ഇത്രയും മനോഹരമായ ഡിസൈൻസ് ഒക്കെ ഞങ്ങൾക്കായിട്ട് സമർപ്പിച്ച മാളവികയോട് അവർ താങ്ക്സും പറയുകയാണ്. ഇനിയും മുന്നോട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനൊക്കെ ഒരു മാർഗനിർദ്ദേശങ്ങളൊക്കെ അവർ നൽകുമ്പോഴേക്കും അവരറിയാതെ തന്നെ അതീവ രഹസ്യമായിട്ട് മാളവികയുടെ ഫോണിൽ ഇവരുടെ ദൃശ്യങ്ങളെല്ലാം തന്നെ പകർത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാളവികയെ കാത്തിരിക്കുകയായിരുന്നു ആദർശും നയനയും. മാളവിക അങ്ങോട്ടേക്ക് എത്തിയതിനു ശേഷം വളരെ ആകാംക്ഷയോടെ തന്നെ അവർ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ്. AM ജ്വല്ലറിയുടെ യഥാർത്ഥ MD ആരാണെന്ന് പറഞ്ഞാൽ സാറ് ഞെട്ടിപ്പോകുന്നൊക്കെ തന്നെ ആദർശിൻ്റെ അടുത്ത് മാളവിക പറയുമ്പോഴേക്കും ആദർശ് ആകാംക്ഷയോടെ തന്നെ മാളവിക പകർത്തിയ ദൃശ്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. AM ജ്വല്ലറിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ആൾക്കാരെ ഞാൻ കണ്ടെത്തിയെന്ന് തന്നെ പറയുകയാണ് മാളവിക. എന്നാൽ മാളവിക പകർത്തിയ ദൃശ്യങ്ങളൊക്കെ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ് ആദർശ നയനയും. താൻ ഇത്രയും കാലം തെരഞ്ഞുകൊണ്ടിരുന്ന ആ ശത്രു ഇത്രയും അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നറിയുമ്പോഴേക്കും ആദർശ് ഞെട്ടിപ്പോവുകയാണ്. AM ജ്വല്ലറിയുടെ നിഗൂഢമായ അധികാരത്തിന് പിന്നിൽ ഒളിച്ചിരുന്ന ആ മുഖം നാഗേന്ദ്രൻ്റെതാണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും ആദർശനും നയനയ്ക്കും അത് വല്ലാത്ത ദേഷ്യമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അവർ അവസാനം കണ്ടുപിടിക്കുകയാണ് AM ജ്വല്ലറിയുടെ മറവിൽ ഒളിച്ചിരുന്ന ശത്രു വെറും ഒരാളല്ല. വർഷങ്ങൾക്ക് മുമ്പ് മുത്തശ്ശൻ അനന്തപുരി തറവാട്ടിൽ നിന്നും പടിയിറക്കി വിട്ട ജലജയോട് വഞ്ചന കാണിച്ച ജലജയുടെ ഭർത്താവായ നാഗേന്ദ്രനാണെന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുകയാണ്. ജ്വല്ലറിയിൽ തിരിമറി കാണിച്ചതിന്റെ പേരിൽ മുത്തശ്ശൻ അയാളെ നിഷ്കരണം തള്ളിക്കളയുകയാണ് ചെയ്തത്. വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തതിന്റെ പേരിൽ അയാൾ മുത്തശ്ശനോട് പകരം വീട്ടാനായിട്ടാണ് ഇങ്ങനെ ഒരു ജ്വല്ലറിയുമായി മുന്നിലെത്തിയെന്നുള്ള കാര്യങ്ങളൊക്കെ ആദർശ് എല്ലാവരോടുമായിട്ട് വെളിപ്പെടുത്തുകയാണ്. അധികം വൈകാതെ തന്നെ മുത്തശ്ശനെ ഈ വിവരങ്ങളെല്ലാം ആദർശ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അവന്തികയുടെ മുഖംമൂടി അവിടെ വലിച്ചു കയറുകയാണ് ആദർശ്.
തറവാട്ടിൽ നിന്നോട് തന്നെ ഇവിടുത്തെ രഹസ്യങ്ങളെല്ലാം ചോർത്തി കൊടുത്തത് അവന്തികയാണെന്ന് തെളിവുകൾ സഹിതം കാണിച്ചു കൊടുക്കുകയാണ് മുത്തശ്ശന്. അനി അന്ന് അവന്തികയെ സംശയിച്ചതും അനി പറഞ്ഞതും എല്ലാം സത്യം തന്നെയായിരുന്നു മുത്തശ്ശ. അവന്തിക തന്നെയായിരുന്നു നാഗേന്ദ്രന് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുത്തോണ്ടിരുന്നത്. എല്ലാവരുടെ മുമ്പിൽ നല്ലവളെ പോലെ അഭിനയിച്ചെന്ന് അവള് ശരിക്കും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും തകർക്കാനാണ് നോക്കിയത്. എന്തായാലും എ എൻ ജ്വല്ലറിയുടെ യഥാർത്ഥ എം ഡി ആരാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പെട്ടെന്നുണ്ടായ വളർച്ചയാണ് എ എൻ ജ്വല്ലറിയുടെ. ഇനി അധികം വൈകാതെ തന്നെ എ എൻ ജ്വല്ലറിയുടെ പതനമായിരിക്കും സംഭവിക്കാൻ പോകുന്നതൊക്കെ ആദർശ് പറയുന്നുണ്ട്. നമുക്ക് മുമ്പിൽ ഇനി അധികം സമയമൊന്നുമില്ല, അതുകൊണ്ട് ഇനി വെറുതെ പറഞ്ഞു നിന്നിട്ടും കാര്യമൊന്നുമില്ല. അങ്ങനെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെ എ എൻ ജ്വല്ലറിയെ നേർക്ക് നേരിടാനാണ് ആദർശ് നയനി മുന്നിട്ടിറങ്ങുന്നത്. അതിനുശേഷം മാളവികയുടെ സഹായത്തോടെ തന്നെ നാഗേന്ദ്രൻ താമസിക്കുന്ന ഹോട്ടൽ മുറിയിലേക്ക് അനിയും ആദർശും മുത്തശ്ശനും എത്തുകയാണ്. അയാളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അവന്തികയെ കാണുമ്പോഴേക്കും മുത്തശ്ശന് കലിയടക്കാനാവുന്നില്ല കേട്ടോ. ഇത്രയും നാളും തന്നെയും തന്റെ കുടുംബത്തെയും തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച ശത്രുവിനെ വെറുതെ വിടാൻ മുത്തശ്ശൻ കൂട്ടാക്കുന്നില്ല. നാഗേന്ദ്രൻ ചെയ്ത ചതികൾക്കൊക്കെ തക്കതായ ശിക്ഷയും മറുപടിയും കൊടുക്കുകയാണ് മുത്തശ്ശൻ. അതുപോലെ അവന്തികയും നാഗേന്ദ്രന്റെ മുമ്പിലിട്ട് വലിച്ചു കീറുന്നുണ്ട് മുത്തശ്ശൻ നാഗേന്ദ്രനോട് പറയുന്നുണ്ട്, നീ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും കെട്ടിപ്പടുത്ത നിന്റെ സാമ്രാജ്യം അത് തകർന്നടിയാൻ അധികം താമസമൊന്നുമില്ല. നിന്റെ സാമ്രാജ്യത്തിന് അധികം ആയുസ്സുമില്ല. എന്തായാലും നിന്നെ പൂട്ടാനുള്ള വഴികളൊക്കെ എനിക്കറിയാം. ഞാൻ അത് വേണ്ട രീതിക്ക് ചെയ്തോളാം. നീ കരുതിയിരുന്നു എന്നെ എൻ്റെ കൊച്ചുമക്കളെയും ഇത്ര ഉപദ്രവിച്ച് നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇന്നു മുതൽ നിന്റെ പതനം തുടങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നാഗേന്ദ്രനെയും അവന്തിയും ഭീഷണിപ്പെടുത്തിയിട്ടാണ് മുത്തശ്ശൻ അവിടുന്ന് പോകുന്നത്. അങ്ങനെ യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിഞ്ഞ് ആദർശനും നയനും തിരികെ മുത്തശ്ശൻ അനന്തപുരി തറവാട്ടിലേക്ക് തന്നെ വിളിക്കുകയാണ്. തിരികെ എം ഡി സ്ഥാനത്തേക്ക് ആദർശനെ ഇരുത്തുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അബിയുടെ ചതികളെല്ലാം തന്നെ നവ്യ തിരിച്ചറിയുന്നുണ്ട്. അബിയെ മുത്തശ്ശൻ തറവാട്ടിൽ തന്നെ അടിച്ച് പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. നവ്യയ്ക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും സംരക്ഷണവും മുത്തശ്ശൻ അവിടെ നൽകുകയും ചെയ്യുന്നുണ്ട്. നവ്യ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം തന്നെ മുത്തശ്ശൻ്റെ അടുത്ത് നവ്യ മാപ്പിരക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നവ്യനെയും നവ്യയുടെ കുഞ്ഞിനെയും ചേർത്ത് പിടിക്കുകയാണ് മുത്തശ്ശൻ.